ഹലോ, മുമ്പിട്ട വീഡിയോൻ്റെ ബാക്കിയാണിത്. മുമ്പ് ഞാൻ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുക എന്നുള്ളതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. ഇതിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ആൺ ചെയ്യുന്ന വരെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത്. ഇനി ക്യാൻവാസിൻ്റെ തട്ടയിൽ ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് വെച്ചിരുന്നു. അത് ഇതേപോലെ മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ തയ്ക്കുന്ന നേരം നമുക്ക് വൃത്തിക്ക് ഇത് മുകളിലേക്ക് കിട്ടണമെന്നില്ല, കാരണം റൗണ്ടല്ലേ വരുന്നത്. അതൊന്നും മടക്കിയിട്ടായാലും നമ്മൾ നല്ല വൃത്തിക്ക് ഇതേപോലെ ഈ ഒരു ബാക്ക് സൈഡ് വരുന്നില്ലേ, ഈ ക്യാൻവാസ് ആൺ ചെയ്ത സൈഡ് അല്ലാണ്ട് ഇപ്പുറത്തെ സൈഡ് വരുന്നില്ല, അത് നല്ല വൃത്തിക്ക് ഇതേപോലെ കിട്ടിയാൽ മതി. മുകളിൽ ക്യാൻവാസ് വരുന്ന ഭാഗത്ത് കുറച്ച് ചുളിവുകൾ വന്നിട്ടാലോ അല്ലെങ്കിൽ നമ്മൾ കട്ടിട്ട് തയ്ച്ചാലും പ്രശ്നമില്ല കേട്ടോ. ഇനി ഇതിനെ നേരെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഫ്രണ്ടിലെ നെക്കാണ് ജോയിൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് മെയിൻ ക്ലോത്തിലും സെൻറ്റർ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഈ ഒരു നോച്ചിട്ട ഭാഗങ്ങളില്ലേ രണ്ടും ഒന്നിച്ച് വെക്കുക. നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ക്യാൻവാസിൽ തട്ടാത്ത രീതിയിൽ, മുകളിൽ തട്ടിയാലും പ്രശ്നം, താഴിലുള്ള വരുന്ന ആ റൗണ്ടിൽ തട്ടാത്ത രീതിയിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അവിടെ പിന്നു കുത്തിയെടുത്താലും മതിയാവും. നമ്മൾ ഈ ഒരു ക്യാൻവാസ് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഈ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ക്യാൻവാസിനോട് ഏറ്റവും അടുത്ത് വരുന്ന ക്യാൻവാസിനുമേ സൂചി കൊള്ളാൻ പാടില്ല. ഇങ്ങനെ ഈ ഒരു റൗണ്ടിന് കണക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തെ തറ്റ വരെ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ക്യാൻവാസ് വെക്കാത്ത ചുരിദാറിൻ്റെ ആണെങ്കിൽ നമ്മൾ ഇത് സെയിം തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഒരു പീസ് എടുത്തിട്ട് അതിലും നെക്ക് കട്ട് ചെയ്യും. മെയിൻ ക്ലോത്തിലും കട്ട് ചെയ്തിട്ട് ഒന്നിച്ച് വെച്ചിട്ട് ഇതേപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ചോ അല്ലെ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് മാത്രം വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് കട്ടിട്ട് കൊടുക്കണം. റൗണ്ട് നെക്കിന് എന്തായാലും ഫുള്ളായിട്ട് ചെറുതായിട്ട് കട്ടിട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്കിത് ഇതേപോലെ മോശം വശത്തേക്ക് തിരിച്ചിടാം. അപ്പോൾ നല്ല വശത്ത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഇതിൻ്റെ തട്ടയിൽ നമുക്കൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് വരാൻ. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് മെല്ലെ വെച്ച് തയ്ച്ചു കൊടുക്കണം. റൗണ്ടിനൊക്കെയാകുമ്പോൾ നമ്മൾ പിടിച്ച് വലിച്ച് തയ്ക്കരുത്, അപ്പോൾ അത് പൊളഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ ബാക്കിലെ ക്യാൻവാസിൻ്റെ ഒരു പീസില്ലേ അതിൻ്റെ തട്ടയിൽ ഇതേപോലെ മോശം വശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം അതും ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിലെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിലെ നെക്കാണ്. ബാക്കിലെ നെക്കിലും ഇതേപോലെ ഈ ഒരു ക്യാൻവാസ് വെച്ച പീസിൽ ഞാൻ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മെയിൻ ക്ലോത്തിലും സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു നെക്ക് ഇങ്ങനെ തയ്ച്ച് വരാം കേട്ടോ. ഈ ഒരു തയ്ച്ച് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പം ഇതിപ്പോൾ ഞാൻ 1/2 ഇഞ്ചോ അല്ലെ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പ് വെച്ചിട്ട് ബാക്കി നമ്മൾ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ, അപ്പം ഞാൻ ഈ ഒരു നെക്ക് മറിച്ചിട്ടൊട്ടൊന്നും ഇല്ല കേട്ടോ, നല്ല വശത്തിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതേപോലെ വെക്കുക. എന്നിട്ട് ഈ ഒരു ക്യാൻവാസ് വരുന്ന പീസ് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക. എന്നിട്ട് വേണം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ. ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ വെച്ചിട്ട് നമുക്ക് അവിടെയും ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇതേപോലെ വെച്ച് ഷോൾഡർ നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം ബാക്കിലത്തെ നെക്ക് ഇതേപോലെ മറിച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് മറിച്ചിടുകയാൻ. എന്നിട്ട് ബാക്കിലെ നെക്ക് നമുക്ക് പതിച്ച് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഫ്രണ്ടിലെ നെക്ക് പതിച്ച് തയ്ച്ചതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം വേണം ബാക്കിലെ നെക്ക് പതിച്ച് തയ്ക്കാനും ഇതേപോലെ ഈ ഒരു ക്യാൻവാസിൻ്റെ തട്ടയിൽ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും. ഇപ്പോൾ ഇത് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിലെയും ഫ്രണ്ടിലെയും നെക്ക് ഇത് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ആ ഒരു റൗണ്ടിൽ തന്നെ നമുക്ക് ഇവിടെ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് അല്ല സ്ക്വയർ ആണെങ്കിലും നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ. അതിനുശേഷം ഇനി സ്ലീവാണ്. സ്ലീവിൻ്റെ ഇതേപോലെ 2 സ്ലീവ് എടുത്തതിന് ശേഷം അതിൻ്റെ സ്ലീവ് റൗണ്ടിലെ തട്ടയിൽ വരുന്ന അത് 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ 2 സ്ലീവിനെ നമ്മൾ കുഴിച്ച് വെട്ടിയിരുന്നു. അപ്പോൾ 2 സ്ലീവ് 2 ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്ത് മാത്രമാണ് ഈ ഒരു കുഴിച്ച് വെട്ടി വരുന്നത്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ഏത് ഭാഗത്താണ് വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ടോപ്പിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ സെൻറ്റർ അടയാളപ്പെടുത്തി നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ കുർത്തിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് വശത്ത് ഇതേപോലെ ഈ ഒരു കുഴി വരുന്ന രീതിയിൽ, അതായത് കുഴിച്ച് വെട്ടിയത് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത് നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടില്ലേ നോച്ചിട്ട് കൊടുത്തത് അത് അവിടെ വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ, അല്ലാണ്ട് ഒരു തറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങരുത്. സെൻറ്ററിൽ നിന്ന് സ്ലീവ് ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു വശത്തേക്ക് നമ്മൾ ഇതേപോലെ കൊണ്ടുവരാം. സ്റ്റിച്ച് ചെയ്ത് മെല്ലെ വെച്ച് വേണം നമ്മൾ കൊണ്ടുവരാം.
നമ്മൾ തയ്ക്കലായിട്ട് കൊണ്ടുവരുന്നത്. കാരണം അതൊരു കർവ് മോഡലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇതായി മെല്ലെ മെല്ലെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു വശത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അടുത്ത വശത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും നമ്മൾ സെൻറ്ററിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ 2 സ്റ്റിച്ച് അവിടെ വരും. നമ്മൾ 2 വശത്തെയും സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പിനുള്ള അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ആയിരുന്നു എടുത്ത് ആ 1.5 ഇഞ്ച് ഇതേപോലെ ചെസ്റ്റിൻ്റെ അടുത്തും വേസ്റ്റിൻ്റെ അടുത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്ലിറ്റ് വരുന്നിടത്ത് 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ ഈ അളവുകളെല്ലാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ്. സ്ലീവ് ഒന്നെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് നമുക്ക് തന്ന ചുരിദാറിൻ്റെ അളവെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പകുതി നോക്കി അളവെടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ അതേ ഷേപ്പ് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ ഒരു സ്ലീവിൻ്റെ മുകളിൽ നമുക്ക് അളവിന് വന്ന സ്ലീവ് ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ചെസ്റ്റിൻ്റെ ആ ഒരു ലൈനിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തയ്ച്ചെടുത്താൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ നമുക്ക് സ്ലീവ് വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ സ്ലീവിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റിച്ച്. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ചെസ്റ്റ് റൗണ്ടിൻ്റെ അടുത്ത് എത്തി അവിടെ നിന്ന് നേരെ നമുക്ക് ഓപ്പൺ വരുന്നില്ലേ അവിടത്തേക്ക് വരണം. എന്നാൽ നമ്മൾ തറ്റയിലേക്ക് കൊണ്ടുവരുത്. ഈ ഓപ്പൺ വരുന്ന ഈ 1 ഇഞ്ചിൻ്റെ അവിടെ വരുന്നില്ല, അവിടെ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവിടെ നമുക്ക് അവിടെ ലോക്ക് പോലെ അവിടെ കിടക്കും. കാരണം അവിടെ നമുക്ക് സ്ലിറ്റ് തയ്ക്കാനുള്ളതാണ്. എന്നിട്ട് നേരെ തിരിച്ചിട്ട് ഇതേപോലെ സ്ലീവിലേക്ക് തന്നെ കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ 2 സൈഡും നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡിൻ്റെയും സൈഡൊക്കെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കണം. സ്ലിറ്റ് തയ്ക്കാനാണ് നമ്മൾ കുറച്ച് പണിയായിട്ട് തോന്നാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ കോട്ടൺ ചുരിദാറിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ നമ്മൾ തയ്ച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് സ്ലിറ്റൊക്കെ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. ഇത് സ്ലിറ്റിൻ്റെ ഒരു തറ്റയിൽ നിന്ന് 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ചിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ മോശം വശത്തേക്കാണ് നമ്മൾ മടക്കുന്നത്. ഇതേപോലെ മടക്കിയിട്ട് നമ്മളിത് ഇതേപോലെ ഈ ഒരു 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ചിൽ തന്നെ മടക്കി കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് അളവ് കൂട്ടിയൊന്നും ചെയ്യരുത്. ഈ ഒരു അളവിൽ തന്നെ മുകളിൽ വരെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളത് ആ ഒരു സ്ലിറ്റിൻ്റെ ലൈൻ നമ്മൾ അടിപ്പ് വന്നിട്ടില്ല ഉള്ളിൽ, അതിലും കൂടുതൽ ഒരു 1 ഇഞ്ചെങ്കിലും മുകളിലേക്ക് ഒന്ന് തയ്ക്കുക. എന്നിട്ട് ഇതേപോലെ കോണായിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരിക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് താഴേക്ക് വരിക കേട്ടോ. ഇതേപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ സ്ലിറ്റൊക്കെ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നും അല്ലെങ്കിൽ നമുക്ക് സ്ലിറ്റ് ശരിയാത്തവർക്ക് എങ്ങനെ സ്ലിറ്റ് നല്ല വൃത്തിക്ക് തയ്ക്കാമെന്നുള്ളതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ അത് കാണാം കേട്ടോ. ഇനി ഇതിനെ തിരിച്ച് നല്ല വശത്തേക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു തറ്റയിൽ നമുക്കൊന്ന് പതിച്ചടിക്കണം കേട്ടോ. ഇതേപോലെ വന്ന് പതിച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ 2 സൈഡിൽ ഇതേപോലെ തയ്ച്ചതിന് ശേഷം താവ് നമുക്ക് തയ്ക്കണം. അതായത് ബോട്ടം റൗണ്ട് ഇതേപോലെ 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് അവിടെയും നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ വെച്ച് 2 സൈഡിൽ നമുക്ക് ഇതേപോലെ തയ്ച്ചു കൊടുക്കാം. അപ്പം ഞാനിത് കുർത്തി തയ്ച്ച് നല്ലോണം അയൺ ചെയ്തിട്ടൊക്കെ എടുത്തതാണ്. നല്ല വൃത്തിക്ക് നമുക്ക് കുർത്തി ഇതേപോലെ തയ്ച്ചെടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. തയ്ച്ചതിന് ശേഷം നല്ല പ്രസ് ചെയ്ത് തന്നെ അയൺ ചെയ്ത് കൊടുക്കണം, എന്നാലും നല്ല വൃത്തിയിൽ നിൽക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.